ഈ പനിക്കാലത്ത് കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. സർക്കാർ മാറി 2 മാസം കഴിയുമ്പോൾ എന്തൊക്കെയാണ് കേരളത്തിലെ മാറ്റമെന്ന് ചോദിക്കുന്നവരുടെ മുന്നിലേക്ക് ഇത്തരം ദൃശ്യങ്ങൾ അങ്ങ് സമർപ്പിക്കുകയാണ്. എന്തായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആരോഗ്യമേഖല കൈവരിച്ച മാറ്റങ്ങൾ, അത് എത്ര പെട്ടെന്നാണ് താളം തെറ്റുന്നു എന്നത് ലീഗിന്റെ കൂടി മണ്ഡലമായിട്ടുള്ള കൊണ്ടോട്ടിയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ചെന്നവർക്ക് നേരിട്ട ദുരനുഭവം എന്താണെന്ന് അവിടങ്ങളിലുള്ളവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറയുകയാണ്. ഇപ്പോൾ മറ്റു വഴിയില്ലല്ലോ. നേരത്തെ ആണെങ്കിൽ ആരോഗ്യ വകുപ്പിനെ 10 കുറ്റം പറയാമായിരുന്നു. ഇപ്പോൾ ലീഗിന്റെ കൂടി മണ്ഡലമായതുകൊണ്ട് കുറ്റം പറയാനും പറ്റുന്നില്ല. പക്ഷേ സർക്കാർ സേവനങ്ങൾ തേടി ചെല്ലുന്ന മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതം എത്രത്തോളം ഉണ്ടെന്ന് ആ ദൃശ്യവും ആ പ്രതികരണവും തെളിയിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലെ ആളുകൾ, ഒരു ഡോക്ടർ ഉള്ളത്, ആ ആളിനെ ചാടിച്ചാൻ പോയതാ. എന്താണ് കൊണ്ടോട്ടിയിലെ താലൂക്ക് ഹോസ്പിറ്റലിലെ അവസ്ഥ കണ്ടില്ലേ? രോഗികൾ തിങ്ങി നിൽക്കുക. ഡോക്ടർമാർ ആകെ ഒരു ഡോക്ടറാണ് ഇവിടെ ആകെ ഉള്ളത്. എത്ര പറഞ്ഞാലും ഇത് കേൾക്കാത്തൊരവസ്ഥയാണ്. ഈ രോഗികൾക്ക് വേണ്ടിയാണല്ലോ ഗവൺമെൻറ് ഈ ഡോക്ടർമാരെ നിയമിക്കുന്നത്. ആകെ ഒരു ഡോക്ടറുണ്ട്. എന്നിട്ടോ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ആൾ ചാടിച്ചാനും പോയി. ഇതൊക്കെ വരുന്ന സമയത്ത് എത്ര നേരം ഇവരൊക്കെ അവിടെ നിൽക്കുന്നത്? മണിക്കൂറുകളായാണ് ഇവരൊക്കെ ഈ ആളുകളൊക്കെ അവിടെ നിൽക്കുന്നത്. താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു പേര് മാത്രമേ ഇതിനുള്ളൂ. കണ്ടല്ലോ, 100 കണക്കിന് പേരാണ് ചികിത്സ തേടി എത്തിയിരിക്കുന്നത്. ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടർ ഇന്ന് ഇരുട്ട വെളുക്ക നോക്കിയാലും തീരാത്ത ആളായി. നേരത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ളയിടത്ത് 3ഓളം ഡോക്ടർമാരുടെ സേവനം ലഭിച്ചിരുന്നു. 2 എണ്ണം മിനിമം കിട്ടുമായിരുന്നു. പക്ഷേ എല്ലാം തകിടം പറഞ്ഞു. ഇപ്പോൾ ഒരു ഡോക്ടറുണ്ട്. ഇത്രയും രോഗികളെ നോക്കുകയും വേണം. ആ മനുഷ്യൻ എന്തായാലും റോബോട്ട് ആയിരിക്കത്തില്ലല്ലോ. അയാൾക്ക് ഇത്രയും ആൾക്കാരെ നോക്കാനായിട്ട് സമയം വേണ്ടി വരും. ആ ആൾക്കൂട്ടത്തെ ഒഴിവാക്കാൻ വേണ്ടത് കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുക എന്നുള്ളതാണ്. എവിടെ ഡോക്ടർമാർ? അതിനൊക്കെ ആർക്ക് സമയം? നമുക്ക് രാവിലെയും വൈകുന്നേരവും മാധ്യമങ്ങൾക്ക് മുന്നിൽ 10 വാചകങ്ങൾ അടിക്കുക എന്നതിനപ്പുറം മറ്റെന്ത് ഭരണം? ആ ഭരണത്തിന്റെ വീഴ്ച എന്താണെന്ന് 2 മാസത്തിനകം ജനങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കുന്നതാണ്. ലീഗിന്റെ കൂടി കോട്ടയായിട്ടുള്ള കൊണ്ടോട്ടിയിൽ നിന്ന് ജനങ്ങൾ തന്നെ അവരുടെ താലൂക്ക് ആശുപത്രിയുടെ ഇപ്പോഴത്തെ ഗതിയെ സംബന്ധിച്ച് വീഡിയോ എടുത്ത് പുറത്തേക്ക് വിടുകയാണ്. ചികിത്സയ്ക്ക് വേണ്ടി വന്ന് കാത്തിരുന്ന് പണ്ടാരമടങ്ങി നിവർത്തിയില്ലാതെയാണ് നാട്ടുകാരോട് പറയേണ്ടി വരുന്നത്. ലീഗ് MLA ആയിട്ടുള്ള TP അഷ്റഫ് അലി ഇതൊന്നും അറിയുന്നതേയില്ല. ഇത്തരം കാര്യങ്ങളിൽ അടിയന്തരമായി ഇടപെടേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി ഈ പ്രശ്നമുണ്ട്. ഒരുപാട് രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയിലേക്ക് ഒരു ഡോക്ടറുടെ സേവനം മാത്രം കൊടുത്തുകൊണ്ട് ആരോഗ്യ മേഖലയൊക്കെ എന്തൊരു മികച്ച പ്രവർത്തനമാണ് നമ്മുടെ എരണമുള്ളവരൊക്കെ വന്നതിന് ശേഷം നടപ്പാക്കുന്നതെന്ന് ജനങ്ങൾക്ക് അറിയാൻ കഴിയുകയാണ്. ഇന്നലകളിൽ കിട്ടിക്കൊണ്ടിരുന്ന പല സേവനങ്ങളും മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ പേര് പറഞ്ഞപ്പോൾ അതിന് പിന്നാലെ പോയവർ 2 മാസത്തിനകം തന്നെ അതിനുള്ള പ്രതിഫലം ഏറ്റുവാങ്ങി നിവർത്തിയില്ലാതെ തലയിൽ കൈവച്ച് പറയുകയാണ്, താലൂക്ക് ആശുപത്രിയുടെ ഈ ഗതികേട് നിങ്ങൾ കാണണേ എന്ന്. ഇതൊക്കെയാണ് പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ. ഒന്നും ആയില്ലല്ലോ. 2 മാസത്തിനകത്താണ് ഈ കാഴ്ച. ഇനി അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ ഓർമ്മിപ്പിക്കല്ലേ എന്ന് മാത്രമേ പറയാനുള്ളൂ.